ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്താണ് പ്രധാനമായും ചർച്ചയാകുന്നത്? റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം യുക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ പോയതാണ്. നാറ്റോയിൽ യുക്രൈൻ അംഗമാകാനുള്ള കാരണം യഥാർത്ഥത്തിൽ അത് ജോ ബൈഡനാണ്. ജോ ബൈഡൻ യുക്രൈനോട് പറഞ്ഞു നാറ്റോയിൽ നിങ്ങളെ അംഗമാക്കാമെന്ന്. പക്ഷേ റഷ്യയ്ക്ക് അത് ഇഷ്ടമല്ല. കാരണം യുക്രൈനും റഷ്യയും പരസ്പരം അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങളാണ്. യുക്രൈൻ നാറ്റോയിൽ അംഗമായി കഴിഞ്ഞാൽ നാറ്റോയുടെ സാന്നിധ്യം യുക്രൈൻ വഴി റഷ്യൻ അതിർത്തിയിലേക്ക് കടക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാണ് യുക്രൈൻ യഥാർത്ഥത്തിൽ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചത്. പക്ഷേ ഇതിന് പിന്നിൽ അമേരിക്കയുടെ മറ്റൊരു ചതി ഒളിഞ്ഞിട്ടുണ്ട്. അതായത് ഈ റഷ്യയിൽ നിന്ന് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ അത് ജർമ്മനിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. ഈ ഗ്യാസ് പൈപ്പ് ലൈൻ യൂറോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഇടിവ് ഡോളറിന് സംഭവിപ്പിക്കും. ഡോളറിനുള്ള സുരക്ഷ വലിയ രീതിയിൽ അവതാളത്തിലാകും. ഡോളർ തകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റഷ്യയെ ആ പൈപ്പ് ലൈൻ ഇടാതെ റഷ്യയും യൂറോപ്പും തമ്മിൽ ഗ്യാസിൽ കച്ചവടം നടത്താതെ ഒരു കാര്യം ചെയ്യേണ്ടത് അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ട് വന്നു. അതുകൊണ്ടുകൂടെയാണ് അമേരിക്ക ആ സമയത്ത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ യുക്രൈന് കൊടുത്ത് യുദ്ധത്തിലേക്ക് യുക്രൈനെ തള്ളിവിട്ടത്. അങ്ങനെ റഷ്യയ്ക്ക് മേൽ ധാരാളം ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തി. അത് വിജയകരമാവുകയും ചെയ്തു. യുക്രൈനും നാറ്റോയും കട്ടയ്ക്ക് റഷ്യക്കെതിരെ നിൽക്കുമ്പോൾ ഇപ്പോൾ ട്രംപ് പറയുന്നത് യുക്രൈന് സുരക്ഷ നൽകാൻ നാറ്റോയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതായത് എല്ലാ അർത്ഥത്തിലും യുക്രൈനെ കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ട്രംപ് ചെയ്യുന്നത്. എത്രയും വേഗം വെടിനിർത്തൽ വേണമെന്നും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കണമെന്നും സെലൻസ്കി ആഗ്രഹിക്കുന്നു. അലോസ്കയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ട്രംപ് പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടി നൽകാൻ അമേരിക്കയ്ക്ക് കഴിയും, പക്ഷേ ഇത് നാറ്റോയുടെ രൂപത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. സമാധാന കരാറിന് കീഴിൽ റഷ്യയ്ക്ക് ഭൂമി നൽകാനുള്ള തീരുമാനം യുക്രൈനിയക്കാരാണ് എടുക്കേണ്ടത്. യുക്രൈനായി ചർച്ച നടത്താനല്ല ഞാൻ വന്നത്, അവരെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് ട്രംപ് കൃത്യമായി പറയുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.